ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള കിടിലം മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടോ. ഇതിൽ മുളക് പൊടിയോ അച്ചാർ പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 പച്ച മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെ പിടിച്ച മാങ്ങയാണ്. പക്ഷേ ഇത് ചെനമാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോല് ഞാനൊന്ന് കളയുന്നുണ്ട് കേട്ടോ. തോല് ഭയങ്കര കട്ടിയാണ്. തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വരാം. അങ്ങനെ ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കരിവേപ്പിലയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഞാനിവിടെ 15 അല്ലി കറിവേപ്പില എടുക്കുന്നുണ്ട്. ഒരു തണ്ടില്ലേ, അങ്ങനെ 15 തണ്ട് കറിവേപ്പില എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഞാനൊരു വെള്ള വെളുത്തുള്ളി കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമില്ല പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാന്താരി മുളകും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ അച്ചാറാക്കുന്നത് കേട്ടോ എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന ടൈം ഞാനിവിടെ 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലെണ്ണ ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അച്ചാറുണ്ടാക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുന്ന ടൈം 1 ടീസ്പൂൺ കടുകില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈം 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്കില്ലേ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സിയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല പച്ച കളറായില്ലേ. ഇതിൽ ഇനിയില്ലേ ഇതിൻ്റെ വെള്ളമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മൺചട്ടി ആയതുകൊണ്ട് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ വേറിയത് ഇത് വേറിയതായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. ആ ടൈം വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ലേ. അങ്ങനെ ഇതൊന്ന് കുറുക്കി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ മാങ്ങയില്ലേ അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മാങ്ങ ഇട്ടുകൊടുത്ത് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിയിലുള്ള മസാലയൊക്കെ ഈ മാങ്ങയിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിയുപ്പാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. സംഭവം ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ലേ. നിങ്ങൾക്ക് ഇതിലേക്ക് ചെറുക്ക വേണ്ടെങ്കിൽ ഈ ടൈം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉലുവയും കടുകും കൂടി പൊടിച്ച മിക്സിയില്ലേ അതും കുരുമുളകും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അച്ചാർ റെഡിയാവും. പക്ഷേ ഞാൻ ഇതിൽ വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മാങ്ങയൊക്കെ കവറാകുന്ന രീതിയിൽ ആ ഒരു മാങ്ങൻ്റെ ലെവലിൽ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ അതാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പാൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും പഞ്ചസാരയും. ഇനി ഇതിലേക്ക് ഞാൻ ഉലുവയും കടുകും പൊടിച്ചതില്ലേ ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാട്ടോ. പക്ഷേ കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. അങ്ങനെ ഇതൊന്ന് ചെറുതായി തള വരുന്ന ടൈമിന് നമുക്കിതൊന്ന് ഓഫാക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഓഫാക്കി ഇനി തണിഞ്ഞതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. സംഭവം നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല കിട്ടില്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിതാ കുപ്പിയിലേക്ക് മാറ്റില്ല കേട്ടോ. ഞാനിത് പെരുന്നാളിൻ്റെ ടൈമായിരുന്നു ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടത്. വീട്ടിൽ ഈ അച്ചാർ ഇപ്പോഴേ കാലിയാട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.